എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഹീറോ ആണെങ്കിൽ ക്യുവാനെ കാണാൻ വേണ്ടി വന്നേക്കുവാണ്. അവനോട് പറയുന്നുണ്ട്, ക്യുവാൻ ഞാൻ നിന്നോട് പറഞ്ഞ പോലെ കുറെ ടൈമൊന്നും നിന്റെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, സോറി എന്ന് പറയുമ്പോഴത്തേക്കിനും കൊച്ചും പറയുക, അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ ഇങ്ങനെയാണ്, വാക്ക് പാലിക്കത്തില്ല. എൻ്റെ അമ്മയും അതുപോലെ തന്നെയാ. ക്യാമ്പിന് കൊണ്ടുവന്നു പറഞ്ഞിട്ട് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇപ്പൊ എന്താ ബിസിനസ് ട്രിപ്പ് ആയിട്ട് വന്നേക്കുന്നതെന്ന് പറയുമ്പോൾ അവനും ഓ അതാണ് നിന്റെ പ്രശ്നം, ഞാൻ തീർത്തു തരാമെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അവിടെ കാണിക്കുക ഹീറോയി വരിക. ക്യുവാൻ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ റൂമിന്റെ അകത്തോട്ട് കയറ്റി നിൽക്കുമ്പോൾ ഇവരെനിക്ക് പരിചയമുള്ള ആളാന്നും പറഞ്ഞിട്ട് ക്യുവാൻ ആണെങ്കിൽ പിണങ്ങിയിരിക്കുവാട്ടോ. അത് കഴിയുമ്പോൾ ഹീറോ എനിക്കിതിനോടൊരു കാര്യം സംസാരിക്കാണ്ടെന്ന് പറഞ്ഞത് കൊച്ചിനെ ആണെങ്കിൽ പുറത്ത് വിട്ടിട്ട് എന്താ നിനക്ക് ചോദിക്കാനുള്ളത് വേഗം പറയാന്ന് പറയുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ ഒരു ഡോക്യുമെന്റ് കാണിക്കുക. നമ്മുടെ ക്യുവാനെ ആണെങ്കിൽ അവന്റെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു കേസൊക്കെ എടുത്താൻ വേണ്ടിയിട്ട് ഒരു ഫയൽ ഉണ്ടായിരുന്നില്ല, ആ കേസാണെങ്കിൽ പിൻവലിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ്. ഓ ശരിക്കും അത് നീ തന്നെയാണോ ചെയ്തതെന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കിനും സത്യമായിട്ട് നിന്നെയും ക്യുവാനെയും ഞാൻ പിരിക്കാൻ ശ്രമിച്ചിട്ടില്ല, ഒരിക്കലും ഞാൻ അതിന് ശ്രമിക്കൂല. ക്യുവാന് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, നിനക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയാന്ന് പറയുമ്പോൾ അവൾ ആ ഡോക്യുമെന്റ് മൊത്തം വായിച്ചിട്ട് ഇതിനകത്താണെങ്കിൽ വീക്കിലി ഒരു ടൈം നിനക്ക് അവനെ കാണാനൊരു ഡീലുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം, നീ അവന്റെ കൂടെ വീക്കിലി ഒരു ദിവസം നിന്നോന്ന് പറയുക. എന്നാ പിന്നെ ഞാൻ നാളെ ക്യുവാനെയും കൊണ്ട് പുറത്ത് പോയിക്കോട്ടെ എന്ന് വെക്കുമ്പോൾ അത് പറ്റത്തില്ല, ഈ ആഴ്ചയില് ഒരു വട്ടം നീ ഇന്ന് കണ്ടല്ലോ, അതുകൊണ്ട് ഇനി അടുത്ത ആഴ്ചയെ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ പ്ലീസ് ഒരേ ഒരു വട്ടം എന്ന് പറയുമ്പോൾ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല, മരിയൊക്കെ ഇറങ്ങി പോകുന്നിട്ട് അവനെ ഇറക്കി വീഴട്ടെ, പാവം അവനും വിഷമിച്ച് അങ്ങ് പോവും. ചെങ്ങാണെങ്കിൽ ആ ഫെയർ പെണ്ണില്ലേ ഷോയി എന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ അടുത്തേക്കാണെങ്കിൽ വരുമ്പോഴത്തേക്കിനും ആ പെണ്ണാണെങ്കിൽ ഭയങ്കര കൊഞ്ച് സംസാരിക്കുമ്പോഴത്തേക്കിനും ചെങ്ങാണെങ്കിൽ ദേഷ്യപ്പെടുക. നീ അല്ലേ ഞാൻ മിഹിയും ഒരുമിച്ചുള്ള ആ ഫോട്ടോസ് ഒക്കെ പബ്ലിഷ് ആക്കി വെക്കുമ്പോൾ ഞാനൊന്നും അല്ല അങ്ങനെ ചെയ്തെന്ന് വെക്കുക, ഞാൻ അത്ര മണ്ടനൊന്നുമല്ല, എനിക്കറിയാം നീ തന്നെയാണ്, ഈ ടൈം നോക്കി നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തെന്ന് വെക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ, എന്റെ കൂടെ ഇരിക്കുമ്പോൾ മിൻഹുവ ഈ പേരല്ലാതെ വേറെ എന്തെങ്കിലും നീ പറയാറുണ്ടോ, അതുകൊണ്ടാണ് ഞാൻ ചെയ്തെന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ നീ ഇങ്ങനെയൊക്കെയാണോ ചെയ്തെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടാൻ നിൽക്കുമ്പോൾ ഓ അങ്ങനെയല്ലേ, അതാ പിന്നെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ, നമ്മൾ തമ്മിലുള്ള അഫെയറിനെ പറ്റി ഞാൻ എല്ലാവരോടും പറഞ്ഞേക്കാന്ന് പറയുമ്പോൾ ഇത്ര നേരം ദേഷ്യപ്പെട്ടവനാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യല്ലേ, നമ്മൾ എപ്പോഴും ഒരുമിച്ചല്ലേ ഉണ്ടാവുക, എൻ്റെ ഹൃദയത്തിൽ നിനക്ക് മാത്രം സ്ഥാനമുള്ളൂ, ആ മിൻഹു എവിടെ കിടക്കുന്നു, നീ എവിടെ കിടക്കുന്നു, നീ അല്ല എൻ്റെ ബേബി എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് കൊഞ്ചിക്കൊഴിയുവാണേ. സംഭവം ഇവർ തമ്മിലുള്ള അഫെയർ പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ കമ്പനിക്ക് ഇവനും നാണക്കേടാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പൊ അടുത്ത ദിവസം ഹീറോയിൻ ആണെങ്കിൽ ക്യുവാനെ കൂട്ടി സൂവിലോട്ട് വന്നേക്കോ. ക്യുവാൻ അത് തീരെ ഇഷ്ടപ്പെട്ടില്ലല്ലോ, അമ്മ എനിക്ക് ക്യാമ്പിന് കൊണ്ടുപോകുന്നല്ലോ പറഞ്ഞു, ഇപ്പൊ എന്തിനും ഇവിടെ വന്നു തന്നിട്ട് വിഷമിക്കുന്നുണ്ടത്. മോനെ ഇപ്പൊ ബിസിനസ് ട്രിപ്പ് അല്ലേ, നമുക്ക് അടുത്ത വട്ടം പോകുന്നിട്ട് കൊച്ചിനെ സമാധാനിപ്പിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗൗമിയാണെങ്കിൽ വിളിക്കുക. പെട്ടെന്ന് ഹീറോയിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ ഫോണാണെങ്കിൽ ക്യുവാൻ തട്ടിപ്പറിച്ചിട്ട് ആന്റി ഈ അമ്മേനെ പറ്റിക്കോ, ക്യാമ്പിന് കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ഒരു കച്ചറ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നേക്കാന്ന് പറയുമ്പോൾ എനിക്കറിയാം ക്യുവാൻ, അതുകൊണ്ട് ഞാൻ നിനക്കൊരു സർപ്രൈസ് ഒരുക്കിയിട്ടെന്ന് പറയുമ്പോൾ എന്ത് സർപ്രൈസ് എന്ന് ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു വലിയ വണ്ടി അവിടെ വന്ന് നിൽക്കുക. എന്നതാ നീ കാണിച്ചു വെച്ചേക്കുന്നതിന് ഹീറോയിൻ ഗൗമിയോട് ചോദിക്കുമ്പോൾ നിങ്ങളെ രണ്ടുപേരും ക്യാമ്പിന് പോകാനുള്ള സകലമായ സാധനങ്ങളും അതിനകത്തുണ്ട്, നിങ്ങൾ പോയിട്ട് എൻജോയ് ചെയ്യുന്ന പറയുമ്പോൾ ഹീറോയിനും പെട്ടെന്ന് അല്ല ഞാൻ ക്യാമ്പിന് പോകുന്ന കാര്യം നിന്നോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഇങ്ങനെ ഈ സെറ്റപ്പ് ഒക്കെ ഒരുക്കിയെന്ന് വെക്കുമ്പോൾ എന്തിപ്പോ നീ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് ഗൗമി പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ക്യുവാൻ ആണെങ്കിൽ അമ്മ ഞാൻ ആന്റിയോട് നേരത്തെ പറഞ്ഞത് മതിയില്ലേ, ഇനി നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ആണെങ്കിൽ ഒരു ബീച്ചിലോട്ട് വന്നേക്കുക. അപ്പൊ കുറെ സാധനങ്ങളാണെങ്കിൽ ഗൗമി ഇവർക്ക് വേണ്ടി കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്താണെങ്കിൽ കൊതുക് അടിച്ചുള്ള മരുന്ന് അടുക്കുണ്ടാവും, ഈ മരുന്നൊക്കെ വെച്ചിട്ട് താങ്ക് യു പറയുമ്പോൾ എന്നാ മരുന്നാ ഞാൻ വെച്ചത് അവള് ചോദിക്കുവോ, അതാടി നീ വെച്ച ഈ മരുന്ന് നിനക്കറിയില്ലേ നോക്കിയപ്പോ ആ മരുന്ന് എനിക്ക് ഓർമ്മയിടുന്നു ഒരുമാതിരി പറയാട്ടോ. ഇവളുടെ ഈ സംസാരം കേൾക്കുമ്പോഴേ ഹീറോയിൻ സാധാരണ ഇവനിങ്ങനെ മിണ്ടാത്തിയാണല്ലോ എന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ക്യുവാൻ വാ നമുക്ക് ക്യാമ്പ് ഇടാന്ന് പറഞ്ഞിട്ട് വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു വശത്ത് നമ്മുടെ ഹീറോ ഏതൊരു ബിസിനസ് പാർട്ട്ണറുമായിട്ട് സംസാരിച്ച് പോവാട്ടോ. നമ്മുടെ ക്യുവാനും കണ്ടതും മോനിവിടെ ബീച്ചിൽ വന്നു, ഇത് യാദൃശികമായിട്ട് നമ്മൾ കണ്ടുമുട്ടിയെന്ന് പറഞ്ഞ് കൊഞ്ചിച്ചോണ്ടിരിക്കുമ്പോൾ നീ ഇങ്ങനെ അഭിനയിക്കണ്ടെന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. അപ്പൊ ആ ബിസിനസ് പാർട്ട്ണർ വരികയാണെങ്കിൽ ഷൻ നിങ്ങൾ ബിസി ആണോ, അന്ന പിന്നെ ഞാൻ പോട്ടേന്ന് വെക്കുമ്പോൾ ഷൻ നിങ്ങൾ ബിസി ആണെങ്കിൽ അവരുടെ കൂടെ പോയിക്കോന്ന് നമ്മുടെ മിൻഹു പറയുമ്പോഴത്തേക്കിന് ഞാൻ ബിസി ഒന്നുമില്ല, നമ്മൾ തമ്മിലുള്ള എല്ലാ ടീമും കഴിഞ്ഞു അല്ലേന്ന് ആ പാർട്ട്ണറോട് വയ്ക്കുമ്പോൾ അതെ എല്ലാം കഴിഞ്ഞു ഞാൻ പോകുന്നിട്ട് അങ്ങനെ അവിടുന്ന് പോവുകയും ചെയ്യും. ക്യുവാൻ വരികയാണെങ്കിൽ വെറുതെ ഇരിക്കാതെ വാ അച്ഛൻ നമുക്ക് പോയിട്ട് ക്യാമ്പ് ഇടാന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോവാട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഹീറോയിന് കാര്യം മനസ്സിലായി, നമ്മുടെ ഹീറോയും ഗൗമിയും കൂടി ഒപ്പിച്ച പണിയാണ് ഇതെന്നൊക്കെ. കൊച്ചിനും ഇവനും ആണെങ്കിൽ തനിച്ചത് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഹീറോയിനെ വിളിക്കാം കേട്ടോ, അവളും വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹീറോയിനെ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കാനാണ് ക്യുവാൻ വരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവളോടാണെങ്കിൽ ഒരു ചെയറിട്ട് അവിടെ മണലിൽ ഇരിക്കാൻ പറയുമ്പോഴത്തേക്കിനും ആ ചെയറാണെങ്കിൽ മറിഞ്ഞ് തലയും കുത്തി അവള് താഴെ കിടക്കും കേട്ടോ. അവനെ രക്ഷിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിനും അവനും അവളുടെ മണ്ടയിലോട്ട് വീഴുവേ. രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന്
ഹീറോയിൻ ആണെങ്കിൽ അങ്ങ് മാറി നിൽക്കുകയും ചെയ്യും. നമ്മുടെ ക്യുവാൻ ആണെങ്കിൽ അവന്റെ കുഞ്ഞു ചെറിലിരുന്നിട്ട് കണ്ടില്ല അമ്മ, ഞാൻ പോലും വീണിട്ടില്ല, അമ്മ വീണല്ലോ എന്ന് പറഞ്ഞിട്ട് ചിരിക്കും കേട്ടോ. നമ്മുടെ ഷെന്നു ഇത് കണ്ട് ചിരിക്കുമ്പോഴത്തേക്കും അയ്യടാ വലിയ ചിരി വരുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ ഷെന്നാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയും. ക്യുവാൻ ആണെങ്കിൽ അത്യാവശ്യം ഭയങ്കരമായിട്ട് ചിരി വരുന്ന പറഞ്ഞിട്ട് ചിരിച്ചോണ്ടിരിക്കുക കേട്ടോ. അതേമ്പോൾ നമ്മുടെ അച്ഛനും മോനും ആണെങ്കിൽ ഭയങ്കര കളിയിലേക്കാണ്. ഇതൊക്കെ കാണുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ മനസ്സിലാവുക ഇവനെ എന്നിൽ നിന്ന് പിരിക്കാനൊന്നല്ല ഷെന്നു വന്നേക്കുന്നേന്ന്. പോരാഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കളിക്കുന്ന വീഡിയോ ആണെങ്കിൽ ഇവളാണെങ്കിൽ പോസ്റ്റ് ചെയ്ത് വിടുകയും ചെയ്യും. അന്നേനായിട്ട് രണ്ടുപേരും സംസാരിക്കുമ്പോഴത്തേക്കിനും ഹീറോയിൻ ആണെങ്കിൽ നിനക്ക് നന്നായിട്ട് കഥകൾ പറയാൻ അറിയാലോ, നീ എന്ത് ഉടായ്പിലൂടെ എന്റെ ഗൗമി കൂട്ടുപിടിച്ച് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നെന്ന് വെക്കുമ്പോഴത്തേക്കിനും അത് പിന്നെ വേറെ വഴിയൊന്നും ഇല്ലാതെ പോയി, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ കൊണ്ടുവരേണ്ടി വന്നത്. സത്യമായിട്ടും നിങ്ങൾ രണ്ടുപേരും ഞാൻ പിരിക്കാൻ നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഹീറോയിന് പറയുക അതെനിക്ക് ഓൾറെഡി മനസ്സിലായി, നീ ക്യുവാനോട് സ്നേഹം മാത്രമേ കാണിക്കുന്നുള്ളൂ, അല്ലാതെ എന്നോട് നിന്ന് പിരിക്കാനൊന്നും നോക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുവാണേ. നമ്മൾ ഗുവയാണെങ്കിൽ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ നമ്മുടെ കുഞ്ഞും അവന് കളിക്കുന്ന ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തില്ലായിരുന്നോ, അതൊക്കെയാണെങ്കിൽ കാണുക. അപ്പോൾ തന്നെ അവൻ്റെ മനസ്സിലാണെങ്കിൽ ഉറപ്പിക്കുക നമ്മുടെ ഷെന്നിനെയും മിൻഹുവിനെയും ഒരിക്കലും പിരിക്കാൻ പറ്റില്ല, ക്യുവാൻ ഉള്ളിടത്തോളം കാലം. ആ ടൈമിൽ ശൂഷയാണെങ്കിൽ അവിടെ വന്നിട്ട് വാ നമുക്ക് ഇവിടെ നിന്ന് കറങ്ങാൻ പോകുമെന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നു ശേഷി എനിക്ക് മൂഡ് ശരിയില്ല, ഉണ്ട് നീ ഇവിടെ നിന്ന് പൊയ്ക്കെന്ന് പറയുമ്പോൾ നിന്റെ മൂഡ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നേക്കുന്നത്, ബാ നമുക്ക് ഒരിടത്ത് പോകാന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് പോവാണേ. ഇവിടെ ഇവരാണെങ്കിൽ ബീച്ചിലേക്ക് കറങ്ങിയതിന് ശേഷം തിരിച്ച് റൂമിലോട്ട് കയറാന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്കിനും മിൻഹുവിനെ ആണെങ്കിൽ ഗൗമി വിളിച്ചിട്ട് ഞാനിവിടെ ഷാങ്ഹായി വന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാട്ടോ. ഇവക്ക് ഇതെന്താ പറ്റിയെന്ന് നമ്മുടെ ഹീറോയിൻ ഒന്ന് ചിന്തിച്ചിട്ട് ഷെന്നിന്റെ അടുത്ത് പറയുക എന്റെ ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, അവക്ക് എന്തോ ഒരു പ്രശ്നം, ഭയങ്കര കരച്ചില, അതുകൊണ്ട് കുഞ്ഞിനെ നീ നിന്റെ റൂമിൽ കടത്തിക്കോന്ന് പറയുമ്പോൾ നമ്മുടെ ഷെന്നെ മോക്കിന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ട് പോവുക. അവിടെ നേരെ നമ്മുടെ ഗൗമിനെ കാണാൻ വേണ്ടി വരുമ്പോഴത്തേക്കിനും അവള് ഭയങ്കര കരച്ചിലാട്ടോ. ആ ചൂടും ഞാനും ഭയങ്കരമായിട്ട് അടിച്ചിടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്കിടയിൽ എപ്പോഴും വഴക്കാണ്, ബ്രേക്കപ്പ് ചെയ്തെന്നായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ നമ്മുടെ ഗൗമി ഈ ചെറിയ വിഷയത്തിന് എന്തിനാ ബ്രേക്കപ്പിലോട്ടൊക്കെ കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ ജൂണൊന്നും അല്ല എന്നോട് അടി കൂടിയത്, ഞാൻ തന്നെയാണ് ആ അടി ഉണ്ടാക്കാൻ കാരണക്കാരി എന്ന് പറയുമ്പോൾ അത് കൊള്ളാം, നിനക്ക് തന്നെ അതറിയില്ല, എന്നാൽ പിന്നെ അവനോട് സോറി ചോദിച്ചാൽ പ്രശ്നം തീരത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ സോറി ഒന്നും എന്നെ കൊണ്ട് ചോദിക്കാൻ പറ്റത്തില്ല, ആര് തെറ്റ് ചെയ്താലും എപ്പോഴും ആമ്പിള്ളാർ വേണം പെമ്പിള്ളാരോട് വന്ന് കാല് പിടിച്ച് സംസാരിക്കാൻ, അതുകൊണ്ട് അവനായിട്ട് സംസാരിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതെന്ത് ലോജിക്കാടി, നീയല്ലേ തെറ്റ് ചെയ്തത്, അതുകൊണ്ട് അവന്റെ ഭാഗത്ത് ന്യായം കൂടി നോക്കണ്ട, മര്യാദയ്ക്ക് പോയിട്ട് സോറി ചോദിച്ചോ എന്നും പറഞ്ഞിട്ട് ഹീറോയിൻ അവിടുന്ന് പോവുകയും ചെയ്യും. ശോഷയാണെങ്കിൽ ഗുവേനെയും കൊണ്ട് തിയേറ്ററിലോട്ട് വന്നേക്കുവാണേ. ഒരു പ്രേതപ്പടം കാണാനാണ് വന്നേക്കുന്നത്. പ്രേതത്തെ കണ്ട് പേടിച്ച് അവന്റെ കൂടെ ഒന്നാമൻ അവൾ നോക്കുന്നുണ്ടെങ്കിലും അവനാണെങ്കിൽ കാണാത്ത പോലെ നിൽക്കുക. പെട്ടെന്ന് അവളാണെങ്കിൽ അവന്റെ കൈയെല്ലാം പിടിച്ചിട്ട് ഞാനിവിടെ പേടിക്കുന്ന കണ്ടില്ല, എന്നിട്ട് നിനക്കൊരു റിയാക്ഷൻ ഇല്ലാതെ എന്നെ സമാധാനിപ്പിക്കാൻ പോലും അറിയത്തില്ലെന്ന് വെക്കുമ്പോൾ ഗുവയാണെങ്കിൽ ഇതൊക്കെയാണ് ഒരു പ്രേതം, പ്രേതത്തെ കണ്ട് പേടിക്കാൻ മാത്രമേ ഈ കഥയിൽ ഒന്നും തന്നെ ഇല്ല, അതിലൊരു ലോജിക്കും ഇല്ലാത്ത കഥയെന്ന് പറഞ്ഞിട്ട് ആ സിനിമ മൊത്തം അങ്ങ് വിവരിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇതൊക്കെ മനുഷ്യന്മാരെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം മാത്രമാണ്, അല്ലാതെ ഈ ലോകത്ത് ഈ ഗോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ രണ്ട് കപ്പിൾസ് ആണ് കയ്യും കോർത്തിരിക്കുമായിരുന്നു. ഇവന്റെ ഈ വർത്താനൊക്കെ കേട്ടിട്ട് ആ പെൺകൊച്ചിനൊരുമാതിരി ആവുക. ബോയ് ഫ്രണ്ട് വരെ എണീച്ചിട്ട് എടാ തിയേറ്ററിൽ വന്ന സിനിമ കണ്ടോ ഇരുന്നോ പോയോ എന്ന് വേണം ഇരിക്കാൻ, അല്ലാതെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കെന്ന് പറഞ്ഞ് കുവിയോട് ദേഷ്യപ്പെടുമ്പോൾ സൂക്ഷിയാണെങ്കിൽ ചിരിക്കും കേട്ടോ. എന്നിട്ട് രണ്ടുപേരും പുറത്തിറങ്ങുക. ഇതിന് വേണ്ടിയിട്ടാണ് നീ എന്നെ തിയേറ്ററിൽ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് നോക്കിയപ്പോൾ അതിനൊന്നും വേണ്ടിയല്ല, നീ സ്നേഹിക്കുന്ന പെൺകുട്ടി എന്തായാലും നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് നീ വിഷമിച്ചിരിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുവന്ന് കുറച്ച് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചെന്ന് പറയുമ്പോൾ അതിന് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമെന്ന് നിന്നോട് എപ്പോഴാ ഞാൻ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ നീ ഈ ഡ്രാമാസ് ഒന്നും കണ്ടിട്ടില്ല, ഫസ്റ്റ് ഹീറോക്ക് മാത്രമേ ഹീറോയിനെ കിട്ടുള്ളൂ, സെക്കൻഡ് ലീഡൊക്കെ എപ്പോഴും സിംഗിൾ ആയിട്ടായിരിക്കും. പക്ഷേ നിന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, കാരണം നിന്റെ ജീവിതത്തിൽ ഞാനുണ്ടല്ലോ, നിന്റെ കൂടെ എപ്പോഴും ഒരുമിച്ചിരുന്ന് നിന്റെ ജീവിതം നല്ല ഹാപ്പി എൻഡിങ് ആയിട്ട് ഞാൻ മാറ്റുമെന്ന് പറയുമ്പോഴത്തേക്കിനും ഇവളുടെ വർത്തനം കേൾക്കുമ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ട് അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ പോകുന്നുണ്ട്. ശോഷിക്ക് ഭയങ്കര സന്തോഷമാവുക. അതേസമയം നമ്മുടെ ഗൗമിയാണെങ്കിൽ നന്നായിട്ട് കുടിച്ചിട്ട് ജൂണെ വിളിച്ചിട്ട് എടാ വഴക്കുണ്ടാക്കി ഒന്ന് തിരിച്ച് വിളിക്കണമെന്ന് അറിയത്തില്ല, എന്നെ സമാധാനിപ്പിക്കണമെന്ന് അറിയത്തില്ല, ഇത്രയും നേരം നിന്നോട് സംസാരിക്കാൻ ഞാൻ എന്തോരം വിഷമിച്ചതെന്ന് അറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് കുടിച്ചിട്ട് ഏതാണ്ടൊക്കെ പറഞ്ഞോടിക്കുവാണേ. ഇവളുടെ ഈ കളിയൊക്കെ കാണുമ്പോൾ ജൂണിനാണെങ്കിൽ ചിരിയാ വരുന്നത്. അതേസമയം ഹീറോയിൻ ആണെങ്കിൽ ഇവിടെ പയ്യെ റൂമിനകത്തോട്ട് കയറുമ്പോൾ ഇവര് രണ്ടുപേരും കളിച്ചോണ്ടിരിക്കുവായിരിക്കും. ബാ നമുക്ക് പോവാൻ തന്നെ വിളിക്കുമ്പോഴത്തേക്കിനും ഹീറോ വരെയാണെങ്കിൽ ശബ്ദം ഉണ്ടാക്കുന്നതാ ഞങ്ങൾ ലോകത്തെ രക്ഷിച്ചോണ്ടിരിക്കുമെന്ന് പറയുമ്പോൾ ക്യുവാൻ ഇപ്പൊ തന്നെ ഒരുപാട് ടൈമായി, നാളെ എനിക്ക് സ്പീച്ച് കൊടുക്കാനുണ്ട്, വാ മോനോ കടന്നുറങ്ങാന്ന് പറയുമ്പോൾ അമ്മ പ്ലീസ് അമ്മ കുറച്ചേരും കൂടി കിടക്കട്ടെ പ്ലീസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഷെന്നാണെങ്കിൽ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ എഴുതിക്കോ സ്പീച്ചിനുള്ളത്, ഞങ്ങൾ കളിച്ചോളാന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിന് മോക്കി തന്നിട്ട് അവൾ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു. ഇവര് രണ്ടുപേരാണെങ്കിൽ കളിച്ചോണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ അവിടെ തന്നെ കടന്നു ഉറങ്ങുക.
ക്യുവാനും അവിടെ കിടന്ന് ഉറങ്ങി കാണുവേ. ഷെന്നാണെങ്കിൽ പയ്യെ നമ്മുടെ മിൻഹുവിന്റെ അടുത്ത് വന്നിട്ട് കുറെ നേരം ഇങ്ങനെ നോക്കി നിന്നതിന് ശേഷം ക്യുവാൻ ഓൾറെഡി ബെഡിൽ കിടത്തിയിട്ടുണ്ടാവും. അവിടെ അവന്റെ അടുത്ത് കിടത്താൻ വേണ്ടിയിട്ട് ഇവളെയും കൊണ്ട് വന്ന് ബെഡിൽ ഇങ്ങനെ കിടത്തിയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഹീറോയിൻ ആണെങ്കിൽ കണ്ണ് തുറക്കുക. അവരെങ്ങനെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്കിനും കറക്റ്റ് കൊച്ചാണെങ്കിൽ അനങ്ങോ രണ്ടുപേരാണെങ്കിൽ ഞെട്ടി എണീക്കുകയും ചെയ്യും. പെട്ടെന്ന് അവനും ഓ സോറി ഞാൻ അടുത്ത റൂമിൽ കിടക്കുക, നിങ്ങൾ ഇവിടെ കിടന്നെന്ന് പറയുമ്പോൾ ഹീറോയിൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുവാണേ. ഇപ്പൊ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുക. ഹീറോയിൻ ആണെങ്കിൽ പണ്ട് ഒരേ ഹോട്ടലിൽ ഇങ്ങനെ താമസിച്ചാണ്. ആ ടൈമിൽ ഇവളെ എണീപ്പിച്ച് അവനെ എടുത്തോണ്ട് കൊണ്ടുപോയി ഇങ്ങനെ വാരിക്ക് കൊടുക്കുമ്പോൾ ഹീറോ പറഞ്ഞാണ് എനിക്ക് സർജറിക്ക് വേണ്ടിയിട്ട് US പോകണം, നീ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞാണ്. ഹീറോ ആണെങ്കിൽ ഈ സിണ്ടാന്ന് പറഞ്ഞ അവളുടെ കുഞ്ഞലത്തെ ഫ്രണ്ടാന്നുള്ള രീതിയിലാണ് ഇവളോട് ആ ടൈമിലൊക്കെ ഇടപഴകിക്കൊണ്ടിരുന്നത്. അതിൽ നമ്മുടെ ഹീറോയിന് നല്ല വിഷമാവും കേട്ടോ, സത്യം പറയാൻ പറ്റാത്തതില്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ പ്രസന്റിലാണ് കാണിക്കുന്നത്. ഗൗമി ആണെങ്കിൽ കടന്നുറങ്ങുമ്പോഴത്തേക്കിനും അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇവളുടെ കഥ കാണാൻ കുട്ടിക്കൊണ്ടിരിക്കുക. ഏതവൻ ഈ സമയത്ത് പറഞ്ഞിട്ട് തുറന്നു നോക്കുമ്പോൾ ജൂണായിരിക്കും. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ഇന്നലെ എന്നോടൊന്നും സംസാരിച്ചു പോലില്ല, അടി ഉണ്ടാക്കിയിട്ട് നിനക്കൊന്നും സംസാരിക്കാനുള്ള മനസ്സ് പോലും ഇല്ലാത്തവൻ ഇപ്പൊ എന്നെ കാണാൻ വേണ്ടി വന്നേക്കുന്നത് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും ആര് പറഞ്ഞു നീ എന്നെ വിളിച്ചിട്ട് ഇവിടേക്ക് വന്നതെന്ന് പറയുമ്പോൾ ഞാൻ വിളിച്ചത് നോണ പറയില്ലെന്ന് പറയുമ്പോൾ ഇന്നലെ ഇവളാണെങ്കിൽ വീഡിയോ കോൾ ചെയ്തില്ലായിരുന്നോ, അതൊക്കെയാണെങ്കിൽ അവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അത് കാണിച്ചു കൊടുത്തതും എന്റെ പെർമിഷൻ ഇല്ലാതെ ഇതൊക്കെ എന്തിനാ നീ റെക്കോർഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ആണെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിച്ച് കളിച്ച് അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും സോറിയൊക്കെ ചോദിച്ച് അവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ അതങ്ങ് തീർക്കുവാട്ടോ. ഹീറോയിൻ ആണെങ്കിൽ ഒരു ഈവന്റിലാണല്ലോ ഈ ഷാങ്കായിലോട്ട് വന്നത് തന്നെ. അവിടേക്കാണെങ്കിൽ ക്യുവാനും ഷെന്നിനെയൊക്കെ കൂട്ടിയിട്ട് കയറി വരുമ്പോഴത്തേക്കിനും ഷെന്നാണെങ്കിൽ എനിക്കിവിടെ വല്ല റോളൊന്നുമില്ല, ഞാൻ ചുമ്മാ ഇവിടെ വന്നതാ, അതുകൊണ്ട് ക്യുവാനും ഞാൻ നോക്കിക്കൊള്ളാന്ന് പറയുമ്പോൾ ഹീറോയിന് അതിന് ഓക്കെ പറയാട്ടോ. ഇവളിങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ ചെങ്ങും പിന്നെ അവളുടെ അഫയറിലുള്ള ഒരു ഷൂയി എന്ന് പറഞ്ഞ പെണ്ണില്ലേ ആ പെണ്ണും കാണും കേട്ടോ. ഉടനെ തന്നെ ഈ ഷൂയി ആണെങ്കിൽ ഒരു ലിസ്റ്റ് എടുത്തുകൊണ്ട് ചെങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് ഇവൾക്ക് ഇവിടെ സ്പീച്ച് കൊടുക്കാനുണ്ടോ, ആരോട് ചോദിച്ചിട്ട് ഇവൾക്കൊക്കെ ഇവിടെ അവസരം കൊടുത്തേ, മര്യാദയ്ക്ക് ഇവളുടെ പേരെടുത്ത് കാണാന്ന് പറഞ്ഞതും ഈ ചെങ്ങാണെങ്കിൽ അവിടെ ഈവന്റ് ഇങ്ങനെ മാനേജ് ചെയ്യുന്ന ആളുടെ അടുത്ത് വന്നിട്ട് ഹീറോയിൻ്റെ സ്പീച്ച് ഇവിടുന്ന് എടുത്തു കളയാൻ പറയുക. അതേപോലെ തന്നെ അയാളും ചെയ്തിട്ട് മിൻഹ്യുവിൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ ടൈം തീരെ പോരാ, അതുകൊണ്ട് നിങ്ങളുടെ ഇനി സ്പീച്ച് പറയേണ്ട, അത് ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവളും അതെങ്ങനെ ശരിയാവുക, ഇവിടെ ഫസ്റ്റ് സ്പീച്ച് കൊടുക്കാൻ നിന്നത് ഞാനല്ലേ, അപ്പോൾ എന്നെ ഇങ്ങനെ ഒഴിവാക്കാന്ന് വയ്ക്കുമ്പോൾ ഇവിടെ ടൈം തീരെയില്ല, ഇനി അവസാനങ്ങാനും വല്ല ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങളെ വിളിക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ മിൻഹ്യും ഓക്കെ എന്തായാലും എനിക്ക് സ്പീച്ച് പറഞ്ഞേ പറ്റുള്ളൂ, നിങ്ങൾ അതിനൊരു അവസരം തരണം എന്നും പറഞ്ഞിട്ട് അവൾ ഓടി ഇരിക്കുക. അപ്പൊ അവിടേക്ക് ചെങ്ങും ആ ഷൂയി ആണെങ്കിൽ ഒരുമിച്ച് വന്നിരിക്കുന്ന കണ്ടതും ഹീറോയിൻ ആണെങ്കിൽ കാര്യം മനസ്സിലായി, ഇവരാണ് ഏതാണ്ടൊക്കെയോ ചെയ്തേക്കുന്നതെന്ന്. ഈ നടക്കുന്ന കാര്യമൊക്കെ ഹീറോ അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അവന് കാര്യം മനസ്സിലായി ഇതിങ്ങൾ രണ്ടുമാണ് ഈ പരിപാടിയൊക്കെ ഒപ്പിക്കുന്നതെന്ന്. എന്നാലും സൈലന്റ് ആയിട്ട് അവിടെ ഇരിക്കുക. ഇപ്പൊ ജൂണിന്റെ അടുത്താണെങ്കിൽ ഗൗമി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇവരുടെ റൊമാൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലായിരിക്കും അവൾ പെട്ടെന്നൊന്ന് സമയം നോക്കുന്നത്. ഈവന്റിന് പോകാൻ ടൈമായി, നീ ഒറ്റൊരുത്തും വന്നുകൊണ്ടാണ് എന്റെ ടൈമിംഗ് എല്ലാം തെറ്റിയത്, മേലെ എൻ്റെ അടുത്ത് വന്നു പോയെന്നിട്ട് അവനെ കുറെ ചീത്തയും വിളിച്ചിട്ട് അവൾ ആ പരിപാടിയിലോട്ട് പോവാട്ടോ. ഇവനാണെങ്കിൽ ഇവിടെ കിടന്ന് ചിരിക്കുക. ഇവിടെ ഏകദേശം ഈവന്റ് ഒക്കെ കഴിയാനായി. അവിടെ എപ്പോഴാ സ്പീച്ച് കൊടുക്കാൻ പറ്റാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് എന്താ സംഭവിച്ചതെന്ന് നോക്കുക, ഞാനായിരുന്നു ഫസ്റ്റ് സ്പീച്ച് കൊടുക്കണ്ടെങ്കിലും ഇവിടെ ടൈമിങ് പോരാന്ന് പറഞ്ഞിട്ട് ഷെഡ്യൂൾ മാറ്റി അവസാനം ചാൻസ് തരാന്ന് പറഞ്ഞ് എന്താവും അറിയില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും ഹീറോ ആണെങ്കിൽ ഞാനിവിടെ ഉള്ളവരോട് സംസാരിക്കണമെന്ന് നോക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് അവൾ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അവിടെ ഉള്ളവനും വന്നിട്ട് ആ പരിപാടിക്ക് കഴിഞ്ഞു എല്ലാവരും പോയിക്കോന്ന് പറഞ്ഞിട്ട് എല്ലാവരും തന്നെ ഇറങ്ങി പോവുക. ഹീറോയിന് ഒരുമാതിരി ആകുമട്ടെ, ഇവൻ ചാൻസ് തരാന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് ഓടി വന്നിട്ട് എനിക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യണം പ്ലീസ് എന്ന് പറഞ്ഞതും എല്ലാവരും അവിടെ ഇരുന്ന് ഇവിടെ സ്പീച്ച് കേൾക്കുമ്പോഴത്തേക്കിനും ചെങ്ങാണെങ്കിൽ അവളെ പറഞ്ഞു വിടാൻ പറയുക. അങ്ങനെ അവിടെ വന്നിട്ട് മാഡം ടൈം കഴിഞ്ഞു പോണെന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ചു മാറ്റാൻ നോക്കുമ്പോൾ അവളാണെങ്കിൽ ഒച്ചത്തിൽ അങ്ങ് പറയുവാണേ ഞാൻ തന്നെ ഇവിടുന്ന് പോന്നെ, ഫസ്റ്റ് സ്പീച്ച് കൊടുക്കേണ്ടത് ഞാനായിരുന്നു, എൻ്റെ ഷെഡ്യൂൾ മാറ്റി അവസാനം ചാൻസ് തരാമെന്ന് നിങ്ങൾ പറ്റിച്ചു, ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന ഇവിടെയുള്ള ആൾക്കാരാരെങ്കിലും പറഞ്ഞിട്ടാണോ നോക്കുമ്പോൾ അയാളാണെങ്കിൽ അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയുക. എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് മാറിക്ക്, എനിക്കൊരു 5 മിനിറ്റ് ടൈം തന്നാൽ മതി, ഞാൻ എൻ്റെ പ്രോജക്റ്റ് പറഞ്ഞിട്ട് പോയിക്കോളാന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ സ്പീച്ച് കൊടുക്കാൻ പോവാണേ. എന്താണ് ഇവള് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നല്ല ക്ലിയർ ആയിട്ട് അവിടെയുള്ളവർക്ക് പറഞ്ഞു കൊടുത്തതും എല്ലാവർക്കും സന്തോഷമാവുക. എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ കിടന്ന് ക്ലാപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഹീറോയിന് ഭയങ്കര ഹാപ്പി ആവട്ടോ, ഇതൊക്കെ പറയാൻ പറ്റില്ലോ, ഹീറോക്ക് അതിനെക്കാട്ടിൽ സന്തോഷമാണ്. അതൊക്കെ കഴിയുമ്പോഴായിരിക്കും ഗൗമി അവിടേക്ക് കയറി വരുന്നത്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞതും ഗൗമി ആണെങ്കിൽ ക്യുവാൻ നിന്റെ അച്ഛൻ്റെ മുഖം ഒന്ന് നോക്കിക്കേന്ന് പറയുമ്പോൾ ക്യുവാൻ ആണെങ്കിൽ അച്ഛൻ്റെ മുഖം എന്താ നോക്കാനുള്ളത്, അങ്ങോട്ടേക്ക് നോക്കിയാലേ അറിയാം എൻ്റെ അമ്മയുടെ എത്രമാത്രം സ്നേഹം ആ മുഖത്ത് കാണാൻ പറ്റുക എന്ന് പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് ക്യുവാൻ എൻ്റെ മോനാണ്, അപ്പൊ എൻ്റെ മുഖത്തെയും എൻ്റെ സ്വഭാവമൊക്കെ അവന് കിട്ടും, ആ സ്മാർട്ടാണ് എല്ലാം കണ്ടുപിടിക്കും, അതുപോലെ തന്നെ
ഗൗമി എനിക്ക് കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ട് നീ ഒന്ന് ക്യുവാനെ നിന്റെ റൂമിലോട്ട് കൊണ്ടുപോയി അവനെ നന്നായിട്ട് നോക്കണേ എന്ന് പറഞ്ഞിട്ട് കൊച്ചിനെ അവളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇവനാണെങ്കിൽ നേരെ ചെങ്ങിന്റെ അടുത്ത് വന്നിരിക്കും. ചിങ്ങ് നല്ല നോർമലായിട്ട് സംസാരിക്കാൻ വരുമ്പോൾ അവന് പറയുക, ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നല്ല, ഒരു വാണിംഗും കൂടി തരാൻ വേണ്ടി വന്ന. ഓൾറെഡി ഞാൻ പറഞ്ഞു മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ഇടപെടണ്ടെന്ന്. അവരുടെ അവസരങ്ങൾ തട്ടിമറിച്ച് നീ വലിയ ആളാവാനും നോക്കണ്ട, അത് നിന്റെ ക്യാരക്ടറാണ് കാണിക്കുന്നത്. ഇനി മേല ഇങ്ങനത്തെ പണികളൊന്നും ചെയ്തേക്കില്ലേ. നിന്റെ സ്വഭാവവും നീ ചെയ്യുന്ന തരികട വേലകളൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ നീ ഉണ്ടാവില്ല, നിന്റെ കമ്പനി ഉണ്ടാവില്ല എന്ന് ആ ഷിവുവിന്റെ അഫെയറിനെ ഒന്ന് മീൻ ചെയ്തിട്ട് ഹീറോ പറയുമ്പോഴത്തേക്കിനും, ഓ നീ എന്നെ ഉപദേശിക്കാൻ മാത്രമായോ, ആ മിൻഹുവിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം, നീ ഇപ്പൊ അവളുടെ പുറകെയല്ലേ. ഞാൻ സമ്മതിക്കുന്നു, അവളെ കാണാൻ നല്ല അട്രാക്റ്റീവാണ്, ആരും വളച്ചെടുക്കാനൊരു സ്വഭാവമൊക്കെ ഉണ്ട്. കാണാൻ നല്ലതുപോലെ ആണെങ്കിലും അവളുടെ സ്വഭാവമാണെങ്കിൽ ഒരു പാവിനെ പോലെയാണ്, ഏത് നേരവും നിന്നെ തിരിഞ്ഞു കൊത്താൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ അവനും ഓ അങ്ങനെയാണോ, അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയും ചെയ്യും. മിൻഹു ആണെങ്കിൽ ഇവിടെ ഗൗമിനെ വിളിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി, പറയാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ അവള് ആ നിന്ന് നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാനും കേട്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് നൈറ്റ് ഒരു പാർട്ടി നടക്കുന്നില്ലേ, നീ അതിനുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനിപ്പോൾ വേറെ ഡ്രസ്സൊക്കെ വേണോ, ഇതിട്ടിട്ടാണ് ഞാൻ ആ പരിപാടിക്ക് പോയിക്കോളാം, ഡിന്നർ പാർട്ടി അല്ലേ എന്ന് പറയുമ്പോഴത്തേക്കിനും അപ്പം മോള് പുതിയ പൈസ കൊടുത്ത് പുതിയ ഡ്രസ്സ് മേടിച്ചിട്ടില്ല, അതെല്ലാം സംഭവം നോക്കുമ്പോൾ ഇന്ന് വെച്ചൊരു പാർട്ടിക്ക് നമ്മൾ വെറുതെ അത്രയും പൈസയൊക്കെ മുടക്കി എന്തിനാ വെറുതെ ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് വന്നോളാന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിൽ വരുമ്പോഴത്തേക്കിനും അവളുടെ റൂമിലാണെങ്കിൽ ഒരു ഗിഫ്റ്റ് ഉണ്ടാവും. അവളത് ഓപ്പൺ ചെയ്ത് നോക്കിയത് ഭയങ്കരമായിട്ട് സ്മൈൽ ചെയ്തിട്ട് ഹീറോക്ക് മെസ്സേജ് അയക്കുക, ഡ്രസ്സ് തന്നതിന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട്. ഞാനത് നിനക്ക് തന്നതെന്ന് നിനക്ക് എങ്ങനെ അറിയാന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്കറിയാം, ഇങ്ങനത്തെയൊക്കെ വേലകൾ നീയേ ചെയ്യുള്ളൂ എന്ന് എനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ അവന് ചിരിക്കാട്ടോ. അങ്ങനെ നൈറ്റ് ആ ഡിന്നർ പാർട്ടിയാണ് കാണിക്കുന്നത്. എല്ലാവരും ആണെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കും, ആരെയോ കണ്ടിട്ട്, വേറെ ആരെയല്ല നമ്മുടെ ഹീറോയിനെ ആയിരിക്കും. അവൾ അത്ര അടിപൊളിയായിട്ടാട്ടോ വന്നേക്കുന്നത്. കൂടെ തന്നെ ക്യുവാനും ഉണ്ടാവും. എല്ലാവരും ഇവളെ തന്നെ നോക്കിയിട്ട് ഓരോന്നൊക്കെ പറയും എന്ത് രസമല്ലേ കാണാൻ എന്നുള്ള രീതിയിൽ. ഗൗമിയും വന്നിട്ട് നിനക്കാണെന്ന് അടിപൊളിയാട്ടോ എന്ന് പറയുമ്പോൾ ക്യുവാൻ ആണെങ്കിൽ താഴെ അത് എൻ്റെ അമ്മ സൂപ്പർ അല്ലേ എന്ന് പറയുകയാണെ. ഹീറോവും അവളുടെ ചേച്ചിയും കൂടിയാണ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഹീറോയിനെ കണ്ടതും അവനും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഹീറോയിനും ഹീറോ നോക്കിയിട്ടൊന്ന് ചിരിച്ചതിന് ശേഷം ക്യുവാൻ്റെ അടുത്ത്, മോനെ നിന്റെ അച്ഛൻ ഷെന്നാന്ന് ഒരിക്കലും മറ്റുള്ളവരോട് പറയാനോ അത് രീതിയിൽ നടക്കാനോ പാടില്ലെന്ന് പറയുമ്പോൾ ക്യുവാനും ഓക്കെ പറയുക. അത് കഴിയുമ്പോൾ ഷെന്നിന്റെ ചേച്ചിയാണെങ്കിൽ അവിടെ വന്ന് ഹീറോയിന്റെ അടുത്ത് അന്ന് സംസാരിച്ചതിനൊക്കെ സോറി എന്ന് പറയുമ്പോൾ അവൾ എന്തോ പറയാൻ വേണ്ടി വരുമ്പോഴത്തേക്കിനും ചേച്ചിയാണെങ്കിൽ പറയുക, ഇത് നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, അന്ന് ഞാൻ പറഞ്ഞ എനിക്ക് ഒരുപാട് സോറി ചോദിക്കുക. സത്യത്തിൽ ആ ഡോക്യുമെന്റ് ഒക്കെ റെഡിയാക്കിയത് ഞാനാണ്. ക്യുവാനെ നിന്നിൽ നിന്ന് പിരിക്കാൻ നോക്കിയത് ഞാനാണ്. എൻ്റെ അനിയന് സ്വന്തമായിട്ട് ക്യുവാനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് തെറ്റാന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നിങ്ങളെല്ലാവരും നന്നായിട്ട് കഴിയുക, ഞാൻ ഒരിക്കലും നിന്നിൽ നിന്ന് മോനെ പിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഹീറോയിന് മോ എങ്ങനെയാണോ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ പ്രോജക്റ്റിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആൾക്കാരോടൊക്കെ പോവുകയാണേ. അവർ അവളുടെ പ്രോജക്റ്റൊക്കെ കേട്ടിട്ട് ആ നല്ലതാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതാണെങ്കിൽ ആ ചെങ്ങും ഷൂയും കേൾക്കും കേട്ടോ. ഈ ഷൂയ്ക്കാണെങ്കിൽ മിൻഹുവിന്റെ മേലെ നല്ല കുശുമുണ്ട്. ഇവളാണെങ്കിൽ നേരെ നമ്മുടെ ക്യുവാൻ അവിടെ ഒറ്റയ്ക്കായിരിക്കും. കുഞ്ഞിന്റെ അടുത്ത് വന്നിട്ട് ഹായ് നിന്നെ കാണാൻ നല്ല രസമുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കിനും നിങ്ങൾ ആരെന്നോട് സംസാരിക്കാൻ അങ്ങോട്ട് മാറിയിരിക്കുന്നു പറയുമ്പോൾ നിനക്ക് എന്നെ അറിയത്തില്ലേ, നിന്റെ അമ്മ വർക്ക് ചെയ്യുന്ന അതേ കമ്പനിയിലാണ് ഞാനും വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചിന്റെ കൈയാണെങ്കിൽ പിടിച്ച് വലിക്കുക കേട്ടോ. ക്യുവാൻ വിടുന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങുക. ഇവളാണെങ്കിൽ വിടുന്നില്ല, പിടിച്ചങ്ങ് വേദനിപ്പിക്കുക. കുഞ്ഞിന്റെ കരച്ചിലായിട്ടിട്ട് മിൻഹുവും പെട്ടെന്ന് ഓടി വരുക. എന്താ പറ്റിയെന്ന് നോക്കുമ്പോൾ ഈ ആന്റീനെ ഒരുപാട് വേദനിപ്പിച്ച അമ്മ എന്ന് പറയുമ്പോഴത്തേക്കിന് അവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഷോക്ക് ആവുക. എന്താ മിൻഹുവയ്ക്ക് ഇത്രയും വലിയ മകനുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഈ ചാൻസ് പ്രയോജനപ്പെടുന്നെന്നും പറഞ്ഞിട്ട് ആ ഷൂയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല, ഇത് മിൻഹുവിന്റെ സ്വന്തം മോനാണ്. ഇത്രയും വലിയ മോനെ കഷ്ടപ്പെട്ട് ഇത്രയും നാള് സ്വന്തമായിട്ട് ഇവള് വളർത്തുമായിരുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ അത് പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഇതാണെങ്കിൽ ആ ഷൂ എന്ന് പറഞ്ഞ പെണ്ണിനെ തീരെ പിടിച്ചില്ല. അതുകൊണ്ട് ഇങ്ങനെ പറയുക, നമ്മുടെയൊക്കെ നാട്ടിൽ ഡിവോഴ്സ് ആയിട്ട് എത്രയോ ലേഡീസ് തന്റെ മക്കളെ ജീവിക്കുന്നു. പക്ഷെ ആ മക്കൾക്കൊക്കെ തന്റെ അച്ഛൻ ആരാന്നറിയാം. പക്ഷേ മിൻഹുവിന്റെ മോന് അങ്ങനെയല്ല സ്ഥിതി. അവന്റെ അച്ഛൻ ആരാന്ന് അവന് പോലും അറിയില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഒരുമാതിരി ആവട്ടെ, എന്താ ഇങ്ങനെയൊക്കെ അവർ സംസാരിക്കുന്നത് എന്നൊക്കെ രീതിയിൽ ഹീറോയിനെ മോശമായിട്ടാണ് ഈ ചിത്രീകരിക്കുകയാണെങ്കിൽ അവരതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങുന്നത് കണ്ടതും ഗൗമിയാണെങ്കിൽ ഇടയ്ക്ക് കയറുക. നിങ്ങളൊക്കെ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടുന്നത്, അതുകൊണ്ട് എല്ലാവരും ഇവിടുന്ന് പോന്നു പറഞ്ഞിട്ട് അവരെയൊക്കെ പിരിച്ചുവിടാൻ നിൽക്കുമ്പോൾ ഇവളാണെങ്കിൽ എന്നിട്ട് അടങ്ങുന്നില്ല കേട്ടോ. എന്നാൽ ഇത്രയും വലിയ സീക്രട്ട് ഇത്രയും നാളെ ഇവള് ഒളിച്ചു വെച്ചില്ലായിരുന്നു, ഇനിയെങ്കിലും പറ ആ കുഞ്ഞിന്റെ അച്ഛന്റെ പേര് പറയാന്നൊക്കെ ഹീറോയിൻ ഇങ്ങനെ കുത്തിക്കാട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ ഷെന്നിനൊക്കെ കുറച്ചു നേരം അത് സഹിക്കാൻ പറ്റിയെങ്കിലും പിന്നീടാണെങ്കിൽ അവൻ അവിടേക്ക് വന്നിട്ട് ആരാ പറഞ്ഞ ക്യുവാൻ അച്ഛനില്ലെന്ന്, അവന്റെ അച്ഛൻ ഞാനാന്ന് പറഞ്ഞ് ആ സീക്രട്ട് ആണെങ്കിൽ എല്ലാവരും മുന്നിൽ അങ്ങ് പറയൂ കേട്ടോ. എല്ലാവർക്കും ഒരുമാതിരി ഷോക്ക് ആവുക, എന്താ ഷെന്നോ എന്നുള്ള രീതിയിൽ. എന്നിട്ട് ക്യുവാനെ എടുത്തിട്ട് മിൻഹുവിന്റെ അടുത്ത് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഇതൊന്നും ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമല്ല, എല്ലാവരോടും പറയേണ്ടതാന്ന്.
ഇന്ന് പറഞ്ഞിട്ട് ആ ഷൂയി എന്ന് പറഞ്ഞ പെണ്ണിൻ്റെ അടുത്ത് നിനക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെയോ അവരുടെ കാര്യങ്ങൾ മറ്റുള്ളവർ പറയാതിരിക്കാനേ പറ്റത്തില്ല അല്ലേ? നിങ്ങളുടെയൊക്കെ ഈ സ്വഭാവം കാരണമാണ് നിങ്ങളുടെ കമ്പനിയായിട്ട് ഒരു ഡീലിങ്ങിനും ഞാൻ ഇല്ലാത്ത ഇനിയോട്ട് ഇല്ലെന്താണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മിൻഹ്യുവിൻ്റെ കയ്യും പിടിച്ചോണ്ട് അവൻ പുറത്തോട്ട് പോകട്ടോ. ക്യുവാനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുക. പോരാഞ്ഞിട്ട് കുഞ്ഞാണെങ്കിൽ താഴെ ഇറങ്ങിയിട്ട് അമ്മയുടെ അച്ഛൻ്റെ കൈ പിടിച്ച് അങ്ങ് ഓടുവാണ്. കാരണം ഈ സീക്രട്ട് ആണെങ്കിൽ ഇപ്പം എല്ലാവരും അറിഞ്ഞു, ഇനി അവർക്ക് സമാധാനത്തോടെ ജീവിക്കാം. ക്യുവാന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ വീട്ടിൽ വന്നതും നമ്മുടെ കുഞ്ഞിനെ ആണെങ്കിൽ കഥയൊക്കെ പറഞ്ഞ് നമ്മുടെ ഷെൻ ഉറക്കുക. അവൻ ഉറങ്ങിയതാണെന്ന് പയ്യെ ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി മിൻഹ്യുവിൻ്റെ അടുത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ നന്നായിട്ട് കുടിച്ച് കിടക്കുക കേട്ടോ. ഇതിനൊക്കെ നീ എന്തിനെങ്ങനെ കുടിച്ചെന്ന് നോക്കുമ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നല്ല കുടിച്ചത്, വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാ. ഞാൻ നിന്നോടൊരു കാര്യം ഇപ്പോൾ ചോദിക്കാൻ പോവാണ്, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നീ ആൻസർ പറയണമെന്ന് പറയുമ്പോൾ ആ ചോദിക്കുക ഞാൻ പറയാമെന്ന് പറയും. നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് നോക്കുമ്പോൾ അവനാണെങ്കിൽ ഒരു നിമിഷം എന്താ പറയണ്ടേന്ന് അറിയാതിരിക്കുക. ഓക്കെ നീ പറയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ നിൽക്കുമ്പോഴത്തേക്കിനും വേണ്ട ഞാൻ നിന്നോട് പറയാം ആക്ച്വലി എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കിനും ഹീറോയിൻ ആണെങ്കിൽ അവൻ്റെ മേത്ത് തന്നെയാണെങ്കിൽ ഒമിറ്റ് ചെയ്ത് വിടുക. ഹീറോക്ക് ഒരുമാതിരി ആവുക. എന്നിട്ട് അവളെ ആണെങ്കിൽ വൃത്തിയാക്കി കൊണ്ടുവന്ന് ബെഡിൽ കിടത്തുമ്പോഴത്തേക്കിനും അവളങ്ങ് ഉറങ്ങി പോവുക. ചോദ്യം ചോദിച്ചിട്ട് അതിന് ആൻസർ കേൾക്കാതെ നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണല്ലോ, ഏതായാലും ഞാൻ അതിൻ്റെ ഉത്തരം നാളെ പറയാന്ന് അവൻ തീരുമാനിച്ചു. അതേസമയം ജൂണും ഗൗമിയാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഗൗമിയാണെങ്കിൽ ഇന്ന് ഷെന്നാണെങ്കിൽ ആ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിൻഹ്യുവിൻ്റെയും ഷെന്നിൻ്റെയും ലവ് സ്റ്റോറി മൊത്തമാണെങ്കിൽ ജൂണിൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്കിനും ജൂണാണെങ്കിൽ ഒരുമാതിരി ദേഷ്യം പിടിച്ചിരിക്കുക. വീട്ടിൽ വന്നിട്ട് ഇവനാണെങ്കിൽ ഏതൊരു ഫോട്ടോ ഒക്കെ നോക്കുന്നുണ്ട്. ഇവൻ കുറേ നാളായിട്ട് നമ്മുടെ സിൻഡേനെ തപ്പി നടക്കുവാണ്. കാരണം എന്താന്ന് വെച്ചാൽ സിൻഡയുടെ ചേട്ടനാണ് നമ്മുടെ ജൂണ്. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് സിൻഡ മരിച്ച കാര്യം തന്നെ ഇവൻ അറിയുന്നത്. ആരോ വിളിച്ചു പറഞ്ഞേക്കുന്നത് നമ്മുടെ ഹീറോയിൻ കൊന്നു എന്നുള്ള രീതിയിലാണ്. ഹീറോയിനാണ് സിൻഡേനെ കൊന്നേന്നുള്ള ദേഷ്യത്തിലാണ് ജൂൺ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. ഇപ്പൊ അടുത്ത ദിവസം ഹീറോയിൻ ആണെങ്കിൽ എണീച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓർമ്മ വരുക. അയ്യോ കുടിച്ച ഞാൻ എന്തൊക്കെയാ എൻ്റെ ദൈവമേ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവൾ പിന്നെ റെഡി ആയിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്കിനും ഇവിടെ ഇവനാണെങ്കിൽ ഇവരെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ബൊമ്മയിൽ ചെയ്ത് കാണിക്കുക. ഹീറോയിൻ ആയിട്ടുള്ള ഒരു ബൊമ്മയാണെങ്കിൽ പറയുക എന്തിനാ നീ എൻ്റെ ജീവിതത്തിൽ ഇനിയും വന്നേ, അന്ന് നീ എന്നെ കാണാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടല്ലേ പോയേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഹീറോ ആയിട്ടുള്ള ബൊമ്മയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ അന്ന് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, എനിക്കിപ്പോ നിന്നെ വേണം, നിന്നെ വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല, ദയവേത് എൻ്റെ അടുത്തേക്ക് വാന്ന് പറയുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ഇല്ല ഞാൻ ഇങ്ങനെ വരത്തില്ല എന്ന് പറഞ്ഞോളും. ഹീറോ ആണെങ്കിൽ ഞാൻ ഒരുപാട് നിന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അതിനെല്ലാം സോറി, എനിക്കിപ്പോൾ തന്നെ നന്നായിട്ട് മനസ്സിലായി, ഇനി എനിക്കൊരു ചാൻസ് കൂടി താ, ഞാൻ ഇല്ലെങ്കിൽ കൂടി ക്യുവാൻ ഇത്രയും നന്നായിട്ട് വളർത്തിയാലും ചാൻസ് എന്നും പറഞ്ഞുണ്ട്. ഹീറോ ആണെങ്കിൽ അവളോട് ഡയറക്റ്റ് പറയുക എനിക്ക് ഒരു ചാൻസും കൂടി തന്നൂടെന്ന്. ഹീറോയിൻ ആണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് കരയാൻ തുടങ്ങും കേട്ടോ. അവനും എണീച്ച് വന്ന് ഇത്രയും നാള് നമ്മളിങ്ങനെ വേസ്റ്റ് ആക്കി കളഞ്ഞു നമ്മുടെ ജീവിതം, ഇനി അങ്ങനെ കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇനിയെങ്കിലും അത് പറഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവന്റെ പോക്കറ്റിൽ നിന്നാണെങ്കിൽ ഒരു സംഭവം എടുക്കുന്നുണ്ട്. അന്ന് നീ എന്നോട് ആ സത്യമൊക്കെ പറഞ്ഞപ്പോൾ അതിന്റെ ദേഷ്യത്തിൽ ഈ ബ്രേസ്ലെറ്റ് ആണെങ്കിൽ ഞാൻ നശിപ്പിച്ചായിരുന്നു, പിന്നെ എങ്ങനെയൊക്കെയോ നേരാക്കി ഞാനിപ്പോൾ കൊണ്ടുവന്നേക്കുന്നത്, ഇനി എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. മിൻഹ്യു ഐ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കിനും ജൂൺ ആണെങ്കിൽ ഇടയ്ക്ക് അങ്ങോട്ട് കയറി വരുവാണേ. നീ അല്ല എൻ്റെ അനിയത്തി സിൻഡേനെ കൊന്നേന്ന് പറഞ്ഞുണ്ട് അവളെ അടിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിന് നമ്മുടെ ഹീറോ ആണെങ്കിൽ തടയോട്ടോ. ഹീറോയിന് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കാണ്. ഇവര് രണ്ടുപേരും സ്നേഹിച്ച ടൈമിൽ ഹീറോയിന്റെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഹീറോയിനും കൂടി യുഎസിലേക്ക് കൊണ്ടുപോകാൻ ഇവ പറയുന്നുണ്ടായിരുന്നില്ല. അതിനുവേണ്ടി പാസ്പോർട്ട് കൊടുത്തപ്പോഴത്തേക്കും അവിടെയുള്ള ആൾക്കാരാണെങ്കിൽ വിളിച്ചിട്ട് നിങ്ങൾ തന്ന ഡീറ്റെയിൽസ് ആയിട്ട് സിൻഡാന്ന് പറഞ്ഞ പെൺകുട്ടിയായിട്ട് ഒട്ടും ചേരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഹീറോക്കാണെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും. എന്നിട്ട് ഹീറോയിന്റെ അടുത്ത് വന്ന് നീ ആരാ, നീ ശരിക്കും സിൻഡയാണെന്ന് നോക്കിയപ്പോൾ ഞാൻ അന്നേ നിന്നോട് പറഞ്ഞല്ലേ ഞാനല്ല സിൻഡാന്ന് പറയുമ്പോൾ അപ്പൊ നീ അന്ന് എന്നോട് സത്യമല്ല പറഞ്ഞത്, ഞാനത് തമാശ കേട്ടെന്നാ വിചാരിച്ചത്, കാരണം നിന്നെ ഏതെങ്കിലും ഫാമിലി ദത്തെടുത്തോണ്ട് പോയപ്പം നിന്റെ ക്യാരക്ടർ മാറിയത് നിന്റെ പേര് മിൻഹ്യുവിലോട്ട് മാറ്റിയെന്ന് ഞാൻ വിചാരിച്ചത്. എനിക്ക് അപ്പോഴേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, സിൻഡേനെക്കാട്ടിൽ നീ സ്മാർട്ടാണ്, അപ്പോഴേ എനിക്ക് സംശയിക്കേണ്ടതായിരുന്നു, എല്ലാം എന്റെ തെറ്റ് തന്നെയാ, നീ പറഞ്ഞപ്പോഴേ ഞാൻ വിശ്വസിക്കേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് നെഞ്ചുവേനെടുത്ത് അങ്ങ് വീഴുമ്പോഴത്തേക്കിന് ഇവളും പറയുക ഞാൻ അന്ന് സത്യങ്ങളൊക്കെ പറഞ്ഞതാ, പക്ഷെ നീ വിശ്വസിച്ചില്ലല്ലോ, പിന്നീട് സിൻഡ എന്നോട് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് നിന്റെ ഓപ്പറേഷൻ കഴിയുന്നവരെ ഈ സത്യങ്ങളൊന്നും പറയാൻ പാടില്ലെന്ന്, അതുകൊണ്ട് നിന്നോട് കൂടെ ഇത്രയും നാൾ നിന്നത്, പക്ഷെ ഓട്ടോമാറ്റിക്കലി എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നി, ആ ഇഷ്ടം സത്യമായിട്ടുള്ളതായിരുന്നു, ഇപ്പോഴും എനിക്ക് അതുകൊണ്ട് പ്ലീസ് എന്നെ വിശ്വസിക്കുന്ന പറയുമ്പോൾ അവനാണെങ്കിൽ എനിക്കിനി നിന്റെ ലവ് ഒന്നും വേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ ബ്രേസ്ലെറ്റ് ആണെങ്കിൽ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ എൻ്റെ കണ്ണുപ്പി പോലും വന്നേക്കില്ല പോന്ന് പറഞ്ഞിട്ട് അവളെ ഓടിച്ച് വിട്ട് കാണും കേട്ടോ. അവള് പോരാൻ നേരത്ത് ഇവനാണെങ്കിൽ നെഞ്ചുവേദന കൂടി അവിടെ വീണ് കാണും. ഷെന്നെന്ന് വിളിച്ച് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് ഓടിപ്പോവാട്ടോ. അങ്ങനെ ഈ സീൻ കാണിച്ചോടെ ഈ ട്രാവഡി എപ്പിസോഡ് കഴിയുക. അടുത്ത എപ്പിസോഡ് ആയിട്ട് എത്ര ഇവിടെ തരാം. അതുവരെ ബൈ ബൈ.